തൃശൂർ നഗരത്തിൽ കോർപ്പറേഷൻ ബിൽഡിംഗിലെ മേൽക്കൂര റോഡിലേക്ക് വീണ സംഭവത്തിൽ മേയറെ ഉപരോധിച്ച് പ്രതിപക്ഷം. സമരത്തെ തുടർന്ന് മേയർ യോഗം പിരിച്ചുവിട്ടു. പ്രതിപക്ഷത്തിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് LDF ജില്ലാ കമ്മിറ്റി മാർച്ച് നടത്തി. തൃശൂർ പടിഞ്ഞാറേക്കോട്ട പൂങ്കുന്നം റോഡിൽ അച്യുതമേനോൻ പാർക്കിന് സമീപം ഫുട്പാത്തിലെ പൊതുശൌചാലയ നിർമ്മാണത്തിനെതിരെ ജനകീയ സമരവുമായി BJP രംഗത്ത്. പ്രതിഷേധം TCV വാർത്തയെ തുടർന്ന്. പാണഞ്ചേരി പട്ടത്തിപ്പാറ വെള്ളച്ചാട്ടത്തിന് മുകളിൽ നിന്നും കാൽവഴുതി വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തതും മുന്നറിയിപ്പുകൾ ലംഘിക്കുന്നതും അപകടങ്ങൾക്ക് ഇടയാക്കുന്നു. വെണ്ടൂരിൽ പുഴുവിരിച്ച ഇറച്ചി വിൽപ്പന നടത്തിയ മാംസവിൽപ്പന കട പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗവും ചേർന്ന് അടപ്പിച്ചു. കോൺഗ്രസ് പ്രവർത്തകർ കടയ്ക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. കൊടകര നെല്ലായി ദേശീയപാതയിൽ ബൈക്ക് അപകടത്തിൽ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. ഡിവൈഡറിൽ ബൈക്ക് തട്ടിമറിഞ്ഞാണ് അപകടം. ചാലക്കുടി പോട്ട ജംഗ്ഷനിൽ കാറിടിച്ച് കാൽനടയാത്രക്കാരിയായ വയോധിക മരിച്ചു. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവം. കൂടുതൽ വിദ്യാർത്ഥികൾ ചികിത്സ തേടി. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും സംയുക്ത യോഗം ചേർന്നു. ഉപരോധ സമരം നടത്തി BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വാർത്തകൾ വിശദമായി. തൃശൂർ നഗരത്തിൽ കോർപ്പറേഷൻ ബിൽഡിംഗിലെ മേൽക്കൂര റോഡിലേക്ക് വീണ സംഭവത്തിൽ മേയറെ ഉപരോധിച്ച് പ്രതിപക്ഷം. തൃശൂർ കോർപ്പറേഷൻ കൗൺസിൽ യോഗത്തിലാണ് തൃശൂർ നഗരത്തിൽ മേൽക്കൂര റോഡിൽ വീണ സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് മേയറെ ഉപരോധിച്ചത്. പ്രതിപക്ഷം അജണ്ടകൾ കീറിയെറിഞ്ഞു. ഗ്ലാസിൽ കൊട്ടിയും ശബ്ദമുയർത്തിയും ഭരണപക്ഷാംഗങ്ങൾ പ്രതിഷേധക്കാർക്കെതിരെ രംഗത്തെത്തി. പ്രതിഷേധം ശക്തമായതോടെ മേയർ അജണ്ടകൾ പാസാക്കി യോഗം പിരിച്ചുവിടുകയായിരുന്നു. മേൽക്കൂര വീണ സംഭവത്തിൽ മറുപടി പറയാതെ മേയർ ഒളിച്ചോടിയതായും മേയർ രാജിവെക്കണമെന്നും സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്യണമെന്നും പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലൻ ആവശ്യപ്പെട്ടു. മേയർ രാജിവെക്കണമെന്ന് BJP കൗൺസിലർ വിനോദ് പൊള്ളാഞ്ചേരി ആവശ്യപ്പെട്ടു. തുടർന്ന് മേയറുടെ ചേംബറിന് മുന്നിൽ കുത്തിയിരുന്ന് BJP കൗൺസിലർമാർ പ്രതിഷേധിച്ചു. ഇതേസമയം പ്രതിപക്ഷം സമാന്തര കൗൺസിൽ യോഗം ചേർന്നു. നഗരത്തിൽ മേൽക്കൂര വീണ സംഭവം, ലേണിംഗ് സിറ്റിയുടെ ഭാഗമായ പുസ്തകങ്ങൾ വെച്ച അലമാര എടുത്തുമാറ്റിയ സംഭവം, 21.5 ലക്ഷം രൂപ ചിലവഴിച്ച് സ്ഥാപിച്ച കൊടിമരത്തിൽ ദേശീയ പതാക ഇല്ലാതായ വിഷയം, കാലപ്പഴക്കം വന്ന 271 കെട്ടിടങ്ങൾ പൊളിച്ചുമാറ്റാത്ത അനാസ്ഥ, മൾട്ടി ലെവൽ കാർ പാർക്കിങ്ങിന്റെ തകരാർ എന്നീ 5 വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി മേയർക്ക് 5 സ്റ്റാർ പദവി ചാർത്തി നൽകുന്നതായും അലംഭാവരത്ന പുരസ്കാരം മേയർക്ക് പ്രഖ്യാപിക്കുന്നതായും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. തൃശൂർ നഗരത്തിലെ വികസന നേട്ടങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാതെ കോൺഗ്രസ് കൗൺസിൽ യോഗം അലങ്കോലപ്പെടുത്താൻ ശ്രമിക്കുകയാണെന്ന് മേയർ MK വർഗീസ് കോർപ്പറേഷനിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അജണ്ട വലിച്ചു കീറുക എന്തൊന്നും മര്യാദ. തൃശ്ശൂർ പട്ടണം ഇപ്പോൾ പഴയതുപോലെയാണ്. നിങ്ങൾ കറങ്ങി നടക്കുന്ന സ്ഥലങ്ങളല്ലേ. തൃശ്ശൂരിനെ നിങ്ങൾക്ക് നോക്കിക്കാണാൻ അറിയില്ലേ? ഈ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ തൃശ്ശൂരിൽ വന്ന മാറ്റം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. ആ മാറ്റം അംഗീകരിക്കാൻ കോൺഗ്രസിന് എന്താ വിഷമം? BJP എന്താ ഇങ്ങനെ? ഇത് നാട് നന്നാവണ്ടേ? നമ്മുടെ നാടിനകത്ത് വലിയ മാറ്റങ്ങൾ ഉണ്ടാകണ്ടേ? ഈ നിയമമൊക്കെ കാറ്റിൽ പരത്തിക്കൊണ്ട് ഇവിടെ വന്ന് ഇതുപോലെ ആഭാസകരമായി ഒരു കൗൺസിൽ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികൾ ചെയ്യുമ്പോൾ അതിനെങ്ങനെ അംഗീകരിക്കുക? സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല എന്നർത്ഥം. നമ്മൾ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ ഇതുപോലെ ചെയ്യണം. ഇത് പൊതുജനങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന തനി രാഷ്ട്രീയം വേണം. അതൊരു രാഷ്ട്രീയം ജനങ്ങൾ അംഗീകരിക്കില്ല. ജനങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട് തൃശ്ശൂരിനെ കുറിച്ച്. 100 കണ്ടിജന്റ് ജീവനക്കാരെ എടുക്കുന്ന നടപടി, 500ഓളം താൽക്കാലിക ജീവനക്കാരുടെ ശമ്പള വർധനവ്, കാർഷിക സർവകലാശാലയിൽ നിന്ന് 43.5 സെന്റ് ഭൂമി കോർപ്പറേഷന് ലഭിക്കൽ, തൃശൂർ നഗരത്തിൽ 110 kV സബ്സ്റ്റേഷൻ സ്ഥാപിക്കൽ തുടങ്ങിയ അജണ്ടകൾ പ്രതിപക്ഷം തടസ്സപ്പെടുത്തുകയാണെന്നും മേയർ പറഞ്ഞു. കോൺഗ്രസിന്റെ കോൺട്രാക്ടർ അസോസിയേഷൻ നേതാവാണ് മേൽക്കൂര സ്ഥാപിച്ചത്. അത് പുറത്തറിയാതെ ഇരിക്കാനാണ് പ്രതിപക്ഷ സമരമെന്നും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി ആരോപിച്ചു. TCV ന്യൂസ്, തൃശൂർ. LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കോർപ്പറേഷൻ കൗൺസിൽ തടസ്സപ്പെടുത്തി മേയറെ ആക്രമിക്കാൻ ശ്രമിച്ച BJP കോൺഗ്രസ് കൂട്ടുകെട്ടിന്റെ ജനാധിപത്യ വിരുദ്ധ നടപടിയിൽ പ്രതിഷേധിച്ചായിരുന്നു മാർച്ച്.
പാറമേക്കാവ് ക്ഷേത്ര പരിസരത്ത് നിന്നും ആരംഭിച്ച മാർച്ച് കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ സമാപിച്ചു. തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ഷാജൻ ഉദ്ഘാടനം ചെയ്തു. CPI മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ബി സുമേഷ് അധ്യക്ഷത വഹിച്ചു. LDF മണ്ഡലം സെക്രട്ടറി കെ രവീന്ദ്രൻ, കൗൺസിലർ അനൂപ് ഡേവിസ് കാട തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ പടിഞ്ഞാറേക്കോട്ട പൂങ്കുന്നം റോഡിൽ അച്യുതമേനോൻ പാർക്കിന് സമീപം ഫുട്പാത്തിലെ പൊതു ശൌചാലയ നിർമ്മാണത്തിനെതിരെ ജനകീയ സമരവുമായി BJP രംഗത്ത്. പ്രതിഷേധം TCV വാർത്തയെ തുടർന്ന്. പടിഞ്ഞാറേക്കോട്ട പൂങ്കുന്നം റോഡിൽ അച്യുതമേനോൻ പാർക്കിന് സമീപം ഫുട്പാത്തിൽ 30 ലക്ഷത്തോളം രൂപ ചെലവിട്ട് കോർപ്പറേഷൻ പൊതു ശൌചാലയങ്ങൾ നിർമ്മിക്കുന്നുവെന്ന ആരോപണവുമായി പരിസരവാസികൾ രംഗത്ത് വന്നത് TCV വാർത്ത നൽകിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് വിഷയം ഏറ്റെടുത്ത് BJP ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച പൊതു ശൌചാലയത്തിനായി നിർമ്മിച്ച തറയിൽ നിന്നുകൊണ്ട് പ്രതിഷേധം സംഘടിപ്പിച്ചത്. ജനങ്ങളുടെ എതിർപ്പ് മാനിക്കാതെ ജനവാസ മേഖലയിൽ ഫുട്പാത്തിൽ കോർപ്പറേഷൻ പൊതു ശൌചാലയങ്ങൾ നിർമ്മിക്കുന്നത് അഴിമതിക്ക് വേണ്ടിയാണെന്ന് പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് BJP തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് പറഞ്ഞു. BJP കോർപ്പറേഷൻ പാർലമെന്ററി പാർട്ടി ലീഡർ വിനോദ് പൊള്ളാഞ്ചേരി മുഖ്യപ്രഭാഷണം നടത്തി. BJP മേഖലാ വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ്, BJP തൃശൂർ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് സി മേനോൻ, BJP കോർപ്പറേഷൻ കൗൺസിലർമാരായ N പ്രസാദ്, V ആതിര, NV രാധിക, KG നിജി തുടങ്ങിയവരും BJP പ്രവർത്തകരും പങ്കെടുത്തു. 50 മീറ്റർ അപ്പുറത്ത് കോർപ്പറേഷന്റെ തന്നെ പൊതു ശൌചാലയം വേറെ ഉണ്ടായിട്ടും ഫുട്പാത്തിൽ വീണ്ടും ശൌചാലയം നിർമ്മിക്കുന്നത് തെറ്റായ നടപടിയാണെന്നും ഇതിനെതിരെ ജനകീയ സമരവുമായി മുന്നോട്ടു പോകുമെന്നും BJP ഭാരവാഹികൾ വ്യക്തമാക്കി. TCV തൃശൂർ. പാണഞ്ചേരി പട്ടത്തിപ്പാറ വെള്ളച്ചാട്ടത്തിന് മുകളിൽ നിന്നും കാൽ വഴുതി വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. വടുക്കര സ്വദേശി ഷമീർ മകൻ 17 വയസ്സുള്ള ഷഹബീനാണ് മരിച്ചത്. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ തിങ്കളാഴ്ച രാവിലെയായിരുന്നു മരണം. കഴിഞ്ഞ ദിവസം പട്ടത്തിപ്പാറ വെള്ളച്ചാട്ടത്തിന്റെ പാറയ്ക്ക് മുകളിൽ നിന്നും കാൽ വഴുതി വീണാണ് ഷഹബീന് ഗുരുതരമായി പരിക്കേറ്റത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അപകടങ്ങൾ പെരുകുന്നു. മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തതും മുന്നറിയിപ്പുകൾ ലംഘിക്കുന്നതും അപകടങ്ങൾക്ക് ഇടയാക്കുന്നു. പാണഞ്ചേരി പട്ടത്തിപ്പാറ വെള്ളച്ചാട്ടം കാണാനെത്തി പാറയിൽ വഴുതി വീണ് പരിക്കേറ്റ യുവാവിന്റെ മരണം നാടിന് വേദനയായി. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ അപകടങ്ങൾ വർദ്ധിക്കുകയാണ്. മഴക്കാലത്താണ് അപകടങ്ങളിൽ ഏറെയും. മഴക്കാലത്ത് സജീവമാകുന്ന ഒട്ടേറെ വെള്ളച്ചാട്ടങ്ങൾ ജില്ലയിലുണ്ട്. ഈ സമയത്ത് വെള്ളച്ചാട്ടം കാണാനും അരുവികളിലും പുഴകളിലും ഇറങ്ങാനും എത്തുന്നവർ ഏറെയാണ്. വഴുക്കൽ നിറഞ്ഞ പാറകളും വെള്ളത്തിലെ ചുഴികളും അടിയൊഴുക്കും പരിചയമില്ലാത്തവർ അപകടത്തിൽപ്പെടാൻ സാധ്യതയേറെ. പലയിടത്തും മുന്നറിയിപ്പ് ബോർഡുകൾ പോലുമില്ല. ഒറ്റയ്ക്കും കൂട്ടുകാരുമായും കുടുംബസമേതവും എത്തുന്നവരുണ്ട്. സുരക്ഷാ സംവിധാനങ്ങളോ സുരക്ഷാ ജീവനക്കാരോ ഇല്ലാത്ത സ്ഥലങ്ങളിൽ അപകടത്തിൽപ്പെട്ട് നഷ്ടപ്പെട്ട ജീവനുകൾ നിരവധിയാണ്. വ്യൂ പോയിന്റിലെ പാറക്കെട്ടുകളിൽ സെൽഫി എടുക്കുമ്പോഴും നിരോധിത മേഖലകളിൽ കയറുമ്പോഴും ഉണ്ടായിട്ടുള്ള അപകടങ്ങൾ കുറച്ചല്ല. കടലിൽ ഇറങ്ങി കുളിക്കുന്നതിനിടെ സംഭവിച്ച അപകടങ്ങളും നിരവധി. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് എത്തുന്നവർ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നതിലേക്കാണ് സമീപകാല അപകടങ്ങൾ വിരൽ ചൂണ്ടുന്നത്. TCV തൃശൂർ. വെണ്ടൂരിൽ പുഴുവരിച്ച ഇറച്ചി വിൽപ്പന നടത്തിയ മാംസ വിൽപ്പന കട പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗവും ചേർന്ന് അടച്ചു. വെണ്ടൂർ യൂണിയൻ സ്റ്റോപ്പിന് സമീപത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അധികൃതർ പൂട്ടിച്ചത്. ഞായറാഴ്ച രാവിലെ വരാക്കര സ്വദേശി വാങ്ങിയ ഇറച്ചിയിൽ പുഴുവിനെ കണ്ടെത്തിയിരുന്നു. സംഭവം അറിഞ്ഞ ഉടമ കടയടച്ച് മുങ്ങുകയായിരുന്നു. തിങ്കളാഴ്ച രാവിലെ കട വീണ്ടും തുറന്നതോടെ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തി കടയുടെ ഷട്ടർ ബലമായി അടച്ച് കുത്തിയിരിപ്പ് സമരം നടത്തി. ഇതിനിടെ പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വകുപ്പ് അധികൃതരും കടയിലെത്തി പരിശോധന നടത്തി. പഞ്ചായത്തിന്റെ ലൈസൻസ് ഇല്ലാതെയാണ് സ്ഥാപനം പ്രവർത്തിക്കുന്നതെന്നും ജീവനക്കാരുടെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പുതുക്കിയിട്ടില്ലെന്നും അധികൃതർ കണ്ടെത്തി. അളഗപ്പ നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് K രാജേശ്വരി, പഞ്ചായത്ത് സെക്രട്ടറി PB സുഭാഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ MR രഘു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഈ കടയ്ക്കെതിരെ മുമ്പും സമാന പരാതികൾ ഉയർന്നിട്ടുണ്ട്. കോൺഗ്രസ് അളഗപ്പ നഗർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അലക്സ് ചുക്കിരി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് ആൻഡസ് കണ്ണമ്പുഴ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ സനൽ മഞ്ഞളി, ദിനിൽ പാലപ്പറമ്പിൽ, പ്രിൻസ് അരിപ്പാലത്തുകാരൻ, പ്രിൻസൺ തയ്യാലക്കൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. TCV ന്യൂസ്, പുതുക്കാട്. കൊടകര നെല്ലായി ദേശീയപാതയിൽ ബൈക്ക് അപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. കയ്പമംഗലം സ്വദേശി 23 വയസ്സുള്ള ഭരത്, തിരുവനന്തപുരം സ്വദേശി 20 വയസ്സുള്ള ഉത്തരേജ് എന്നിവരാണ് മരിച്ചത്.
ദേശീയപാതയുടെയും സർവീസ് റോഡിന്റെയും ഇടയ്ക്കുള്ള ഡിവൈഡറിൽ ബൈക്ക് തട്ടി മറിഞ്ഞാണ് അപകടമുണ്ടായത്. കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അപകടം. അപ്പോളോ അഡ്ലക്സ് ആശുപത്രി ക്യാന്റീനിലെ ജീവനക്കാരാണ് ഇരുവരും. ദേശീയപാത ചാലക്കുടി പേട്ട കവല ജംഗ്ഷനിൽ കാറിടിച്ച് വയോധിക മരിച്ചു. തൊട്ടേപ്പറമ്പിൽ 78 വയസ്സുള്ള സരോജിനിയാണ് മരിച്ചത്. തൊഴിലുറപ്പ് തൊഴിലാളിയായിരുന്നു. ജോലിക്ക് പോകുന്നതിന് റോഡ് മുറിച്ച് കടക്കുമ്പോഴായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റവരെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. വ്ളോഗർ ജോബി ചുവന്നമണ്ണ് സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെട്ടു. അപകടത്തിൽ ജോബിയുടെ കാലിന് പരിക്കേറ്റു. പാലിയക്കര ടോൾ പ്ലാസയ്ക്ക് സമീപത്തായിരുന്നു അപകടം. എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ജോബിയുടെ കാറിന് പുറകിൽ അമിത വേഗതയിൽ എത്തിയ മറ്റൊരു കാർ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ ജോബിയുടെ കാർ മുന്നിലുള്ള 2 വാഹനങ്ങളിൽ ചെന്നിടിച്ചു. കാർ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് പറയുന്നു. അപകടത്തിൽ ജോബിയുടെ കാർ പൂർണ്ണമായും തകർന്നു. അപകടത്തിൽപ്പെട്ട കാർ പിന്നീട് ക്രെയിൻ എത്തിച്ചാണ് മാറ്റിയത്. ഇടവേള. ചില യാത്രകൾ, ചില ഒത്തുചേരലുകൾ, ചില സമ്മാനങ്ങൾ, ഇതെല്ലാം നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാവുമ്പോഴാണ് അത് കൂടുതൽ മനോഹരമാകുന്നത്. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. നീ സാമ്പാറിൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തോ? നല്ല മണം. VB കായമാണ് സാമ്പാറിൽ ഉപയോഗിക്കുന്നതെങ്കിൽ സാമ്പാർ പിന്നെ വേറെ ലെവൽ. രുചിയും മണവും ഗുണവുമുള്ള കായം VB കായം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. SG ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. വാർത്തകളിലേക്ക് വീണ്ടും. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. ജൂലൈ 31 അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. അതേസമയം പരമ്പരാഗത മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. തോണിയിലും ഇൻബോർഡ് വള്ളങ്ങളിലും മീൻ പിടിക്കാം. ട്രോളിംഗ് കാലയളവിൽ മത്സ്യബന്ധനം നടത്തുന്ന ബോട്ടുകൾക്കെതിരെ കർശന നടപടിയുണ്ടാകും. കേരള തീരം വിടണമെന്ന നിർദ്ദേശത്തെ തുടർന്ന് ഇതര സംസ്ഥാന മത്സ്യബന്ധന ബോട്ടുകൾ സംസ്ഥാനത്ത് നിന്ന് മടങ്ങി. വിഴിഞ്ഞത്ത് കപ്പൽ മുങ്ങി കണ്ടെയ്നറുകൾ കടലിൽ മറിഞ്ഞതിന് ശേഷം മത്സ്യബന്ധന മേഖല പ്രതിസന്ധിയിലായിരുന്നു. ട്രോളിംഗ് നിരോധന കാലയളവ് എങ്ങനെ മറികടക്കുമെന്ന ആശങ്കയിലാണ് മത്സ്യത്തൊഴിലാളികൾ. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവം വെള്ളത്തിൽ അമീബയുടെ സാന്നിധ്യമാകാമെന്ന് പ്രാഥമിക നിഗമനം. അതേസമയം കൂടുതൽ കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള വിദ്യാർത്ഥിയുടെ സ്റ്റൂൾ പരിശോധനയിലാണ് അമീബയുടെ സാന്നിധ്യം കണ്ടെത്തിയത്. അമീബയുടെ വ്യാപനം അറിയാൻ ചികിത്സ തേടിയ കുട്ടികളുടെ ക്ലസ്റ്റർ പരിശോധിക്കുമെന്ന് ആരോഗ്യ വിഭാഗം അറിയിച്ചു. സ്കൂളിലെ കിണറിൽ നിന്നും കുടിവെള്ള ടാങ്കുകളിൽ നിന്നും വെള്ളത്തിന്റെ സാമ്പിൾ ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്കായി ശേഖരിച്ചു. കിണർ സൂപ്പർ ക്ലോറിനേഷൻ നടത്തുകയും സ്കൂൾ കോമ്പൗണ്ടും ക്ലാസ് മുറികളും ടോയ്ലറ്റുകളും ആരോഗ്യ പ്രവർത്തകരും എരുമപ്പെട്ടി പഞ്ചായത്ത് ഹരിതകർമ്മസേനയും ചേർന്ന് ശുചീകരിക്കുകയും ചെയ്തു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടോണി ആളൂർ, ഹെൽത്ത് സൂപ്പർവൈസർ VJ ജോബി, MK സുരേഷ് ബാബു, പഞ്ചായത്ത് VO ജസ്റ്റിൻ സെബാസ്റ്റ്യൻ, ഹരിതകർമ്മസേന സെക്രട്ടറി ബിനീഷ, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ സൂരജ് എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ടും സംഭവം മറച്ചുവെക്കുവാൻ CPM-ഉം കോൺഗ്രസും ശ്രമിക്കുകയാണെന്ന് ആരോപിച്ചും BJP പ്രവർത്തകർ സ്കൂളിൽ ഉപരോധ സമരം നടത്തി. സ്കൂളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് S ബസന്ത്ലാലിന്റെ നേതൃത്വത്തിൽ അടിയന്തര യോഗം നടക്കുന്നതിനിടയിലാണ് BJP നേതാക്കളും പ്രവർത്തകരും പ്രതിഷേധവുമായി എത്തിയത്. യോഗത്തിൽ CPM കോൺഗ്രസ് നേതാക്കളെ മാത്രമാണ് പങ്കെടുപ്പിച്ചതെന്നും സ്കൂളിന്റെ വീഴ്ച മറച്ചുവെക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് BJP പ്രതിനിധികളെ യോഗത്തിൽ പങ്കെടുപ്പിക്കാതിരുന്നതെന്നും നേതാക്കൾ അറിയിച്ചു. തുടർന്ന് പ്രതിഷേധത്തിന്റെ ഭാഗമായി സ്കൂൾ കവാടം ഉപരോധിച്ചു. യോഗത്തിനെത്തിയ ഉദ്യോഗസ്ഥർക്കും ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർക്കും പുറത്തുപോകാൻ കഴിയാത്ത സാഹചര്യമായി.
എരുമപ്പെട്ടി പോലീസ് ഇൻസ്പെക്ടർ അനീഷ് കുമാർ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ പ്രവർത്തകർ വഴങ്ങിയില്ല. തുടർന്ന് പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് മാറ്റി. അറസ്റ്റിനിടയിൽ പോലീസും നേതാക്കളും തമ്മിൽ ഉന്തും തള്ളും നടന്നത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. കുട്ടികൾക്ക് എന്ത് സംഭവിച്ചു എന്നത് പൊതുജനങ്ങളോട് വിശദീകരിക്കണമെന്നും ചികിത്സ തേടിയ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ ധനസഹായം നൽകണമെന്നും BJP നേതാക്കൾ ആവശ്യപ്പെട്ടു. ഇ ചന്ദ്രൻ, വിഷ്ണു അമ്പാടി, രാജേഷ് കുട്ടഞ്ചേരി, അഭിലാഷ് കടങ്ങോട് തുടങ്ങിയവർ സമരത്തിന് നേതൃത്വം നൽകി. TCV ന്യൂസ്, എരുമപ്പെട്ടി. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയുണ്ടായ സാഹചര്യത്തിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും സംയുക്ത യോഗം ചേർന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് S. ബസന്തലാലിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 54 കുട്ടികളാണ് ചികിത്സ തേടിയിരുന്നത്. ഞായറാഴ്ച രാത്രിയിലും തിങ്കളാഴ്ചയുമായി 10-ലധികം കുട്ടികൾ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. ശാരീരിക അവശത അനുഭവപ്പെടുന്ന പല കുട്ടികളും വീടുകളിലും ചികിത്സയിൽ കഴിയുന്നുണ്ട്. മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ സ്റ്റൂൾ പരിശോധനയിൽ അമീബിക്കിന്റെ സാന്നിധ്യം കണ്ടെത്തിയതായി എരുമപ്പെട്ടി സാമൂഹികാരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ AK ടോണി അറിയിച്ചു. ഈ സാഹചര്യത്തിൽ പരിശോധനയും ശുചീകരണവും ഊർജിതമാക്കാൻ തീരുമാനിച്ചു. മുൻകരുതൽ നിലയിൽ സ്കൂൾ മുഴുവനായിട്ട് ശുചീകരിക്കാനും വെള്ളം എല്ലാം സൂപ്പർ ക്ലോറിനേറ്റ് പഞ്ചായത്ത് നേതൃത്വത്തിൽ ക്ലീൻ ചെയ്ത് ഹരിതകർമ്മസേന സ്കൂൾ പരിസരങ്ങൾ മുഴുവനായി വൃത്തിയാക്കിക്കൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. കൃത്യമായ കാരണം എന്തെന്നുള്ളത് നമുക്ക് ശാസ്ത്രീയമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എല്ലാവിധ നടപടികളും സ്വീകരിക്കാൻ സംയുക്ത യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. അപ്പോൾ നിലവിൽ ആശങ്കകൾക്കുള്ള ഒരു സ്ഥാനമില്ല. നമ്മളെല്ലാം മുൻകരുതൽ എടുക്കുന്നുണ്ട്. ചികിത്സകളിലെ എല്ലാ കുട്ടികളും നിലവിൽ ആരോഗ്യത്തിൽ സ്റ്റേബിളാണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. വളരെ ചുരുക്കം കുട്ടികൾക്കാണ് ആശുപത്രിയിൽ ചികിത്സ കിടക്കേണ്ടി വന്നത്. ബാക്കി എല്ലാ കുട്ടികളും ഉണ്ട്. ആശുപത്രിയിലുള്ള കുട്ടികളും സ്റ്റേബിളായിട്ട് തന്നെ തുടരുന്നുണ്ട്. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ രോഹിത് നന്ദകുമാർ KAS, കുന്നംകുളം AEO A. മൊയ്തീൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ടോണി ആളൂർ, ഹെൽത്ത് സൂപ്പർവൈസർ VJ ജോബി, എരുമപ്പെട്ടി പോലീസ് ഇൻസ്പെക്ടർ അനീഷ് കുമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ ജലീൽ അദൂർ, ബ്ലോക്ക് മെമ്പർമാരായ MM സലീം, ഡോക്ടർ VC ബിനോജ്, പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സുരേഷ്, മെമ്പർമാരായ MK ജോസ്, MC ഐജു, പ്രധാന അധ്യാപിക KA സുജിനി, സ്കൂൾ സമിതി ഭാരവാഹികളായ PT സുശാന്ത്, AU മനാഫ്, VK ജയലക്ഷ്മി തുടങ്ങിയവരും പഞ്ചായത്ത് മെമ്പർമാരും പങ്കെടുത്തു. ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ രോഹിത് നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പും ആരോഗ്യ പ്രവർത്തകരും ചേർന്ന് സ്കൂൾ പരിസരവും ഭക്ഷ്യവസ്തുക്കളും പരിശോധിച്ചു. TCV, എരുമപ്പെട്ടി. ആമ്പല്ലൂരിൽ ഗതാഗതക്കുരുക്ക് രൂക്ഷം. ദേശീയപാതയിൽ വാഹനങ്ങൾ കുരുങ്ങിയത് 4 മണിക്കൂറോളം. സ്കൂൾ സമയത്ത് നിയന്ത്രണങ്ങൾ പാലിക്കാതെ പായുന്ന ടോറസ് ലോറികൾ ഗതാഗതക്കുരുക്കിന് കാരണമാകുന്നു. സമയക്രമം പാലിക്കാൻ വഴിമാറി സർവീസ് നടത്തി സ്വകാര്യ ബസ്സുകൾ. അടിപ്പാത നിർമ്മാണം നടക്കുന്ന ആമ്പല്ലൂരിൽ ഏർപ്പെടുത്തിയ ഗതാഗത നിയന്ത്രണങ്ങൾ പാളുന്നു. ചാലക്കുടി ഭാഗത്തേക്കുള്ള പാതയിൽ തിങ്കളാഴ്ച 4 മണിക്കൂറോളം ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. ടോൾ പ്ലാസ മറികടന്ന് തലോർ മേൽപ്പാലം വരെയും വാഹനനിര നീണ്ടു. പുലർച്ചെ മുതൽ തുടരുന്ന ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ് സമയത്തിനെത്താനാകാതെ വിദ്യാർത്ഥികളും യാത്രക്കാരും വലഞ്ഞു. ആംബുലൻസുകൾ ടോൾ പ്ലാസ മുതൽ എതിർദിശയിലൂടെ വന്നാണ് ആമ്പല്ലൂർ മറികടക്കുന്നത്. 1 മണിക്കൂറോളം സമയമെടുത്താണ് സ്കൂൾ ബസ്സുകൾ ആമ്പല്ലൂർ കടക്കുന്നത്. ഗതാഗതക്കുരുക്ക് മറികടക്കാനായി സ്വകാര്യ ബസ്സുകളും മറ്റു വാഹനങ്ങളും പ്രാദേശിക റോഡുകളെ ആശ്രയിച്ചെങ്കിലും ഇവിടെയും ഗതാഗതക്കുരുക്ക് രൂക്ഷമായി. സ്കൂൾ സമയത്ത് നിയന്ത്രണങ്ങൾ പാലിക്കാതെ ഓടുന്ന ടോറസുകൾക്കെതിരെ കർശന നടപടിയെടുക്കണമെന്ന് ബസ് ഉടമകളുടെ സംഘടന ആവശ്യപ്പെട്ടു. കാരണം ഒരുപാട് വണ്ടികൾ വരുന്നുണ്ട്, അതുപോലെ സ്കൂൾ വണ്ടികൾ, എല്ലാം വണ്ടി കടന്നു പോകാൻ പറ്റുന്നില്ല. വഴിയാണെങ്കിൽ ഇങ്ങനെ ഒരു ഫ്ലൈ ഓവറിന്റെ തൊട്ടപ്പുറത്ത് ഒരു നാരോ മാതിരിയാണ്, 2 വണ്ടികൾക്ക് കറക്റ്റായിട്ട് പോകാൻ പറ്റുന്നില്ല. അതിലൂടെ ഇപ്പോൾ സ്കൂൾ ടൈമിൽ ടോറസുകൾ പോകാൻ പാടില്ല. നിരവധി ടോറസുകളാണ് ഇതിൽ വരുന്നത്. അതും ചെറിയ വണ്ടികളല്ല, 40, 50, 60 ടണ്ണ് വെച്ചിട്ടുള്ള ടോറസുകൾ. അതുകൂടി ആയപ്പോൾ ഭയങ്കരമായ ഗതാഗത കുരുക്കാണ്. ഇപ്പോൾ ആമ്പല്ലൂർ മുതൽ പാലേക്കര ടോളിൻ്റെ അപ്പുറത്ത് വരെ വണ്ടികളാണ് ബ്ലോക്കായിട്ട് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയുള്ള വിദ്യാർത്ഥികളടക്കം ഉള്ള യാത്രക്കാർക്ക് വളരെ രൂക്ഷമായ ഗതാഗത പ്രശ്നമാണ് ഇവിടെ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനെന്തായാലും ഒരു പരിഹാരം ഉണ്ടാക്കണം. ആമ്പല്ലൂർ മറികടക്കാനായി വാഹനങ്ങൾ പുലക്കാട്ടുകര കല്ലൂർ റോഡിനെ ആശ്രയിക്കുന്നുണ്ടെങ്കിലും ഈ റോഡുകളിലും ഗതാഗതക്കുരുക്ക് രൂക്ഷമാണ്. ദേശീയപാതയിലൂടെ സർവീസ് നടത്തേണ്ട ദീർഘദൂര KSRTC ബസ്സുകളും ചെറു റോഡുകളെയാണ് ആശ്രയിക്കുന്നത്. വരന്തരപ്പിള്ളി കല്ലൂർ ഭാഗത്തു നിന്നും വരുന്ന ബസ്സുകൾ അടിപ്പാതയിലൂടെ കയറിയാണ് തൃശൂർ റോഡിലേക്ക് എത്തുന്നത്. ദേശീയപാതയിലൂടെ വരുന്ന വാഹനങ്ങൾ വീതി കുറഞ്ഞ സർവീസ് റോഡിലൂടെ മാത്രം 1 കിലോമീറ്ററിലേറെ കടത്തിവിടുന്നതാണ് ഗതാഗതക്കുരുക്ക് ഒഴിയാത്തതിന്റെ കാരണം. അധികൃതർ ഇടപെട്ട് ആമ്പല്ലൂരിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണണമെന്നാണ് യാത്രക്കാരുടെ ആവശ്യം. TCV, പുതുക്കാട്.
ദേശീയപാതയിൽ പോട്ട മുതൽ അങ്കമാലി വരെ വൻ ഗതാഗത കുരുക്ക് അനുഭവപ്പെട്ടു. രാവിലെ മുതൽ രോഗികളുമായി പോയിരുന്ന ആംബുലൻസ് അടക്കമുള്ള വാഹനങ്ങൾ ഗതാഗത കുരുക്കിൽപ്പെട്ടു. ദേശീയപാതയിലെ ഗതാഗത കുരുക്ക് മറ്റ് സമാന്തര റോഡുകളെയും ബാധിച്ചു. അവധികൾ കഴിഞ്ഞുള്ള ദിവസത്തെ തിരക്കിനോടൊപ്പം മുരിങ്ങൂർ പൊങ്ങം പ്രദേശത്തെ അടിപ്പാത നിർമ്മാണത്തിലെ സ്തംഭനാവസ്ഥയും രൂക്ഷമായ ഗതാഗത കുരുക്കിന് കാരണമാക്കുകയാണ്. മുരിങ്ങൂരിൽ നിന്ന് ചെറുവാഹനങ്ങൾ ഇടവഴിയിലൂടെ കടത്തിവിട്ടെങ്കിലും അതൊന്നും തന്നെ ഗതാഗത കുരുക്കിന് അയവ് വരുത്താനായില്ല. സ്കൂൾ കോളേജ് വാഹനങ്ങളും കുരുക്കിൽപ്പെട്ട് നിരത്തിൽ കാത്തുകിടന്നു. തൃശൂർ കുന്നംകുളം റോഡിൽ പുഴയ്ക്കലിലും മുതുവറയിലും വൻ ഗതാഗത കുരുക്ക്. പുഴയ്ക്കൽ പാലത്തിലും മുതുവറയിൽ ഏതാനും ദൂരവും ഒരു വശത്ത് മാത്രമാണ് ഗതാഗതം അനുവദിച്ചിട്ടുള്ളത്. ഇതുകൊണ്ടാണ് കുരുക്ക് രൂപപ്പെട്ടത്. മറുഭാഗത്ത് റോഡ് കോൺക്രീറ്റ് ചെയ്ത് ഉയർത്തിയിരിക്കുകയാണ്. ഈ പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടുമില്ല. മഴ കനക്കുമ്പോൾ കുരുക്ക് കൂടുതൽ രൂക്ഷമാകും. അയ്യന്തോൾ ഭാഗത്തു നിന്ന് കുന്നംകുളത്തേക്ക് പോകുന്ന വാഹനങ്ങളുടെ നീണ്ട നിര പുഴയ്ക്കലിൽ പതിവ് കാഴ്ചയാണ്. ജലനിരപ്പ് ഉയർന്നതിനാൽ പൂമല ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു. ഡാമിന്റെ സ്പിൽവേ ഷട്ടറുകളാണ് ഉച്ചയ്ക്ക് തുറന്നത്. മലവായത്തോടിന്റെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ അറിയിച്ചു. പടിയൂർ ഇരട്ട കൊലപാതക കേസിലെ പ്രതി പ്രേംകുമാറിനായി അന്വേഷണമൂർജിതമാക്കി പോലീസ്. പ്രതി ആദ്യ ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായത് 6 മാസം ഒളിവിൽ കഴിഞ്ഞതിന് ശേഷം. റൂറൽ പോലീസ് 3 ഭാഷകളിൽ പുറത്തിറക്കിയ ലുക്കൌട്ട് നോട്ടീസിനെ തുടർന്ന് ലഭിക്കുന്ന ഫോൺ കോളുകൾ മുഴുവൻ ഇയാളുമായി ബന്ധപ്പെട്ടുള്ള സ്ത്രീകളുടേതാണ്. എറണാകുളം, കോട്ടയം, തൊടുപുഴ, തിരുവനന്തപുരം തുടങ്ങി 10 ഇടങ്ങളിൽ നിന്ന് ഇയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് ലഭിച്ചു. ഇവിടങ്ങളിൽ പോയി പോലീസ് അന്വേഷണം നടത്തിവരുന്നുണ്ട്. ഹോട്ടൽ മാനേജരായി ഒട്ടേറെ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത പ്രേംകുമാറിന് വിവിധ ഭാഷകൾ കൈകാര്യം ചെയ്യാൻ കഴിവുണ്ടെന്ന് പോലീസ് പറയുന്നു. ആകർഷകമായ സംസാരവും പെരുമാറ്റവും കൊണ്ട് നിരവധി സ്ത്രീകളെ ഇയാൾ വലയിലാക്കിയിട്ടുണ്ട്. 6 മാസത്തിൽ കൂടുതൽ ആരുമായും ഇയാൾ വലിയ ബന്ധം പുലർത്തിയിട്ടില്ല. സൂത്രശാലിയായ ക്രിമിനലാണ് പ്രേംകുമാർ എന്നാണ് പോലീസ് പറയുന്നത്. 2019 ആദ്യ ഭാര്യ വിദ്യയെ കൊലപ്പെടുത്തിയ കേസിൽ 6 മാസത്തിന് ശേഷമാണ് ഇയാൾ പിടിയിലായത്. തൃശൂർ നഗരത്തിലെ പഴയ കെട്ടിടങ്ങളുടെ സുരക്ഷാ സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ അധ്യാപകരെ വീഴ്ച ഉണ്ടായിട്ടില്ലെന്ന് നിരീക്ഷണം. സ്വരാജ് റോഡിലെ വിവാദമായ കെട്ടിടം സുരക്ഷിതമല്ല എന്നാണ് സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നത്. സമീപത്തുള്ള കെട്ടിടം സുരക്ഷിതമാണെന്നും സർട്ടിഫിക്കറ്റ് നൽകിയിരുന്നു. എന്നാൽ ആ സർട്ടിഫിക്കറ്റാണ് പ്രചരിച്ചത് എന്നും എഞ്ചിനീയറിംഗ് കോളേജിനെ സംബന്ധിച്ച് തെറ്റിദ്ധാരണ പ്രചരിപ്പിക്കുകയാണുണ്ടായത് എന്നും പറയുന്നു. എഞ്ചിനീയറിംഗ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളും വിവിധ സ്ഥാപനങ്ങളിലെ എഞ്ചിനീയർമാരുമാണ് സർട്ടിഫിക്കറ്റ് നൽകിയതുമായി ബന്ധപ്പെട്ട് പഠനം നടത്തിയത്. നടൻ ഷൈൻ ടോമിന്റെ പിതാവിന്റെ സംസ്കാരം തൃശൂർ മുണ്ടൂരിൽ നടന്നു. തമിഴ്നാട്ടിലെ ധർമ്മപുരിയിലുണ്ടായ വാഹനാപകടത്തിൽ മരിച്ച CP ചാക്കോയുടെ മൃതദേഹം അന്ത്യകർമ്മങ്ങൾക്ക് ശേഷം മുണ്ടൂർ പരിശുദ്ധ കർമ്മലമാതാ പള്ളി സെമിത്തേരിയിലാണ് സംസ്കരിച്ചത്. അപകടത്തിൽ സാരമായി പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഷൈനെയും അമ്മ മരിയ കാർമലിനെയും രാവിലെ ആംബുലൻസിൽ വീട്ടിലെത്തിച്ചിരുന്നു. ഇടുപ്പെല്ലിന് സാരമായി പരിക്കേറ്റ മരിയയെ സ്ട്രക്ചറിൽ കിടത്തിയാണ് ഉറ്റപാതിയുടെ ചേതനയേറ്റ ശരീരം കാണിച്ചത്. വീട്ടിലെ പൊതുദർശനത്തിനും അന്ത്യശുശ്രൂഷകൾക്കും ശേഷം വിലാപയാത്രയായിട്ടാണ് മൃതദേഹം പള്ളിയിലെത്തിച്ചത്. തോളിന് പരിക്കേറ്റ ഷൈനും അമ്മയും ആംബുലൻസിൽ മൃതദേഹത്തെ അനുഗമിച്ചു. ഷൈൻ അടക്കമുള്ള പ്രിയപ്പെട്ടവരുടെ അന്ത്യചുംബനം ഏറ്റുവാങ്ങി ചാക്കോ ഓർമ്മയിലേക്ക് മറഞ്ഞു. വീട്ടിലും പള്ളിയിലുമായി അന്തിമോപചാരമർപ്പിക്കാൻ ചലച്ചിത്ര, രാഷ്ട്രീയ, സാമൂഹിക രംഗത്തെ നിരവധി പേരാണ് എത്തിയത്. സംവിധായകൻ കമൽ, നടന്മാരായ ടൊവിനോ, സൗബിൻ, ടിനി ടോം, സ്ഫടികം ജോർജ്, നടി അൻസിബ, MLA സേവ്യർ ചിറ്റിലപ്പള്ളി ഉൾപ്പെടെയുള്ളവർ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം ഷൈനെയും അമ്മയെയും ആശുപത്രിയിലേക്ക് മാറ്റി. TCV തൃശൂർ. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ പെരുന്നാൾ ആശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. പണിക്കൂലിയുടെ പേരിൽ ഇനി ആരും കബളിപ്പിക്കപ്പെടരുത്. ഫാക്ടറി വിലയിൽ സ്വർണം വാങ്ങും. SJ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും.
SG ഗോൾഡൻ ഡയമണ്ട്സ്, SG ടവർ, പുത്തൻപള്ളിക്ക് പിൻവശം, തൃശൂർ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് വീണ്ടും. കേച്ചേരി അക്കിക്കാവ് ബൈപ്പാസ് റോഡിന്റെ ദൃശ്യം പങ്കുവച്ച് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ്. ഇരുവശവും പച്ചപ്പണിഞ്ഞ വയലുകൾ നിറഞ്ഞ റോഡിന്റെ ആകാശ ദൃശ്യമാണ് മന്ത്രി സമൂഹമാധ്യമ പേജിൽ പങ്കുവച്ചത്. നിർമ്മാണ പ്രവൃത്തി അവസാന ഘട്ടത്തിലെത്തിയ ഈ റോഡ് എവിടെയാണെന്ന് പറയാമോ എന്ന ചോദ്യം കുറിച്ചാണ് ദൃശ്യം പങ്കുവച്ചിട്ടുള്ളത്. തൃശൂർ പാലസ് റോഡിൽ നടപ്പാതയിലെ തകർന്നു കിടന്ന സ്ലാബുകൾ സഞ്ചാരയോഗ്യമാക്കി. സാഹിത്യ അക്കാദമിക്ക് സമീപം റോഡിന് ഇരുവശങ്ങളിലുമുള്ള നടപ്പാതയിലെ തകർന്നു കിടന്നിരുന്ന സ്ലാബുകളാണ് നന്നാക്കി സഞ്ചാരയോഗ്യമാക്കിയത്. സ്ലാബുകൾ തകർന്നു കിടക്കുന്നത് വിദ്യാർത്ഥികൾ അടക്കമുള്ള കാൽനട യാത്രക്കാർക്ക് അപകട കെണിയായി മാറിയത് സംബന്ധിച്ച് TCV കഴിഞ്ഞ ദിവസം വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. തൃശൂർ തിരുഹൃദയ റോമൻ കത്തോലിക്ക ലത്തീൻ പള്ളിയിലെ ഊട്ടുതിരുനാൾ ചൊവ്വാഴ്ച ആഘോഷിക്കും. ഊട്ടുതിരുനാളിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ചൊവ്വാഴ്ച രാവിലെ 9:30 കോട്ടപ്പുറം രൂപത ബിഷപ്പ് മാർ അംബ്രോസ് പുത്തൻവീട്ടിൽ ഊട്ടുനേർച്ച ആശീർവദിക്കും. തുടർന്ന് നടക്കുന്ന തിരുനാൾ പൊന്തിഫിക്കൽ ദിവ്യബലിക്ക് മാർ അംബ്രോസ് പുത്തൻവീട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിക്കും. 2 ലക്ഷം പേർ പങ്കുകൊള്ളുന്ന ഊട്ടുസദ്യയ്ക്കായി വിപുലമായ ഒരുക്കങ്ങളാണ് പൂർത്തിയായിരിക്കുന്നത്. പ്രസിദ്ധ പാചക വിദഗ്ധനായ പാവർട്ടി വിജയന്റെ നേതൃത്വത്തിൽ 70ഓളം വരുന്ന പാചക വിദഗ്ധരാണ് ഊട്ടുസദ്യ ഒരുക്കുന്നത്. 7000 ചതുരശ്രടി വിസ്തീർണത്തിലുള്ള വിശാലമായ പന്തലാണ് ഊട്ടുസദ്യയ്ക്കായി ഒരുക്കിയിരിക്കുന്നത്. തിരക്ക് നിയന്ത്രിക്കുന്നതിനും തീർത്ഥാടകർക്ക് വേണ്ട സൗകര്യം ഒരുക്കുന്നതിനുമായി പോലീസ്, ആരോഗ്യ സന്നദ്ധ പ്രവർത്തകർ, 700ഓളം വളണ്ടിയർമാർ എന്നിവരുടെ സേവനവും ഒരുക്കിയിട്ടുണ്ട്. ഊട്ടുതിരുനാളിനായി എത്തുന്നവരുടെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനായി 7 പാർക്കിംഗ് ഗ്രൗണ്ടുകളും സജ്ജമായി കഴിഞ്ഞു. തിരുഹൃദയ ലത്തീൻ പള്ളി വികാരി ഫാദർ ആന്റണി ചില്ലിട്ടശ്ശേരി, സഹവികാരിമാരായ ഫാദർ അനീഷ് ജോസഫ് പുത്തൻപറമ്പിൽ, മിഥുൻ ടൈറ്റസ് പുളിക്കത്തറ, ജനറൽ കൺവീനർ RS ഷാരോൺ, ട്രസ്റ്റിമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലുള്ള വിപുലമായ കമ്മിറ്റിയാണ് ഊട്ടുതിരുനാളിന്റെ വിജയകരമായ നടത്തിപ്പിനായി പ്രവർത്തിക്കുന്നത്. TCV തൃശൂർ. പാലിക്കലിൽ വീടിന്റെ വാതിൽ കുത്തി തുറന്ന് മോഷണത്തിന് ശ്രമിച്ച സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ. ഗുരുവായൂർ അരിയന്നൂർ സ്വദേശി പണ്ടാരപ്പറമ്പിൽ വീട്ടിൽ ഷനജാണ് അറസ്റ്റിലായത്. ഈ മാസം 3-നായിരുന്നു മോഷണശ്രമം നടന്നത്. മോഷ്ടിക്കാൻ കയറിയ വീട്ടിൽ ഇയാൾ മൊബൈൽ ഫോൺ മറന്നുവെക്കുകയായിരുന്നു. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. PTA-യും എയ്ഡഡ് കോളേജ് മാനേജ്മെന്റും വിവരാവകാശ പരിധിയിൽ ഉൾപ്പെടുത്തി വിവരാവകാശ കമ്മീഷൻ. കോഴിക്കോട് മീഞ്ചന്ത ആർട്സ് കോളേജിലെ തർക്കവുമായി ബന്ധപ്പെട്ടാണ് കമ്മീഷൻ ഈ വിഷയത്തിൽ വ്യക്തത വരുത്തിയത്. PTA വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ വരുമെന്ന് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ TK രാമകൃഷ്ണൻ പറഞ്ഞു. വെളിച്ചമില്ല, വെള്ളമില്ല, ലിഫ്റ്റുമില്ല. കൊടുങ്ങല്ലൂർ മിനി സിവിൽ സ്റ്റേഷനിൽ ദുരിതകാലം. സിവിൽ സ്റ്റേഷന്റെ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് അവശ്യ സംവിധാനങ്ങൾ നിശ്ചലമായത്. ലിഫ്റ്റ് നിയന്ത്രിക്കുന്ന മുറിയും വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോറും മുകൾ നിലയിലായതിനാൽ ഈ 2 സേവനങ്ങളും ലഭിക്കാത്ത അവസ്ഥയാണുള്ളത്. ജലവിതരണം തടസ്സപ്പെട്ടതിനെ തുടർന്ന് മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന വിവിധ ഓഫീസുകളുടെ ജീവനക്കാരും പല ആവശ്യങ്ങൾക്കായി എത്തുന്ന നാട്ടുകാരും പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കാനാകാതെ വലയുകയാണ്. പലരും പുറത്തുള്ള സ്ഥാപനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. ലിഫ്റ്റ് പ്രവർത്തനരഹിതമായതോടെ മിനി സിവിൽ സ്റ്റേഷന്റെ മുകൾ നിലയിലേക്കുള്ള യാത്ര ദുഷ്കരമായിരിക്കുകയാണ്. പല ഓഫീസുകളിലായി ഭിന്നശേഷിക്കാരായ നിരവധി ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ട്. ഇവരിൽ പലരും ഗോവണി കയറാനാകാതെ അവധിയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. വിവിധ ആവശ്യങ്ങൾക്കായി ഇവിടെ എത്തുന്ന വയോധികരും ഭിന്നശേഷിക്കാരും ഏറെ ബുദ്ധിമുട്ടിയാണ് ഓഫീസുകളിൽ എത്തിച്ചേരുന്നത്. കഴിഞ്ഞ 5-ാം തീയതി മുതൽ ലിഫ്റ്റ് പ്രവർത്തിക്കുന്നില്ല. താലൂക്കിൽ 2-3 പ്രാവശ്യം ഞാനടക്കം പോയി പറഞ്ഞിട്ടും അവർ അനങ്ങാണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ വെള്ളമില്ല. ഞാൻ 60% അംഗവികലുള്ള ആളാണ്. എനിക്ക് സ്റ്റെപ്പ് കയറാനും ഇറങ്ങാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കയറിയില്ല എന്നുണ്ടെങ്കിൽ ലിസ്റ്റിൽ ഒപ്പിട്ടില്ലെങ്കിൽ അപ്പോൾ ലീവ് മാർക്ക് ചെയ്യും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഗേൾസ് സ്കൂളിൽ പോയിട്ടാണ് ബാത്റൂം യൂസ് ചെയ്യുന്നത്. വെള്ളമില്ലാത്തവരും ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. ചെന്ന് പറയുമ്പോൾ വെള്ളമടിച്ച് റെഡിയാക്കുമായിരുന്നു.
ഇപ്പം അത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച മുതൽ അങ്ങനെയാണ്. ബാത്റൂമിലൊന്നും ലൈറ്റ് കത്തണില്ല, അങ്ങനത്തെ അവസ്ഥകളുണ്ട്. 4 ദിവസം മുൻപാണ് സിവിൽ സ്റ്റേഷൻ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ വൈദ്യുതി വിതരണം തകരാറിലായത്. വൈദ്യുതി തകരാർ പരിഹരിക്കുന്നതിൽ മിനി സിവിൽ സ്റ്റേഷന്റെ ചുമതലയുള്ള റവന്യൂ വിഭാഗത്തിന് വീഴ്ച പറ്റിയതായി ആക്ഷേപം ഉയർന്നിട്ടുണ്ട്. തകരാർ ശ്രദ്ധയിൽപ്പെട്ടിട്ടും PWDയെ വിവരമറിയിക്കാൻ താലൂക്ക് ഓഫീസ് വൈകിപ്പിച്ചുവെന്നാണ് പരാതി. നിലവിൽ സിംഗിൾ ഫേസായുള്ള വൈദ്യുതി ലൈൻ 3 ഫേസ് സംവിധാനത്തിലേക്ക് മാറ്റിയാൽ പ്രശ്നം ഒരു പരിധിവരെ പരിഹരിക്കാനാകുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. കെട്ടിടത്തിൽ മാസങ്ങൾക്ക് മുൻപ് വൈദ്യുതിയും ജലവിതരണവും തടസ്സപ്പെട്ടതിനെ തുടർന്ന് ജീവനക്കാർ സമരം നടത്തിയിരുന്നു. TCV കൊടുങ്ങല്ലൂർ. YMCAയുടെ 181 സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് YMCA തൃശൂർ സബ് റീജിയണും ഡോപ്പ നീറ്റ് കോച്ചിംഗ് സെന്ററും സംയുക്തമായി SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും 100% വിജയം കൈവരിച്ച വിദ്യാലയങ്ങളെയും ആദരിച്ചു. അഭിനന്ദനീയം എന്ന പേരിൽ തൃശൂർ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങ് എക്സൈസ് റേഞ്ച് ഓഫീസർ പ്രവീൺ കുമാർ ഉദ്ഘാടനം ചെയ്തു. YMCA തൃശൂർ സബ് റീജിയൻ ചെയർമാൻ ജോൺസൺ മാറോക്കി അധ്യക്ഷത വഹിച്ചു. ഡോപ്പ എഡ്യൂക്കേഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർമാരായ ഡോക്ടർ നിയാസ് പാലോത്ത്, അഫ്സൽ സഫാൻ എന്നിവർ കരിയർ ഗൈഡൻസ് ക്ലാസ് എടുത്തു. ഫാദർ വിൻസെന്റ് ചെറുവത്തൂർ, YMCA തൃശൂർ പ്രസിഡന്റ് ഷാജി ചെറിയാൻ, ഡോപ്പ നീറ്റ് കോച്ചിംഗ് സെന്റർ മാനേജിംഗ് പാർട്ണർ ഡോക്ടർ AC ജോസ്, എംബ്രോൺ സജി പാക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. പ്രവീൺ കുമാർ സർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഫിസിക്കലി ചലഞ്ചഡ് ഓൾ സ്പോർട്സ് അസോസിയേഷൻ കേരളയും പാരാ ആംപ്യൂട്ടി ഫുട്ബോൾ അസോസിയേഷൻ ഇന്ത്യയും സംയുക്തമായി തൃശൂർ പാലസ് ഗ്രൗണ്ടിൽ നടത്തിയ 3ാമത് ദേശീയ പാരാ ആംപ്യൂട്ടി ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു. ഫൈനലിൽ മധ്യപ്രദേശിനെ പരാജയപ്പെടുത്തി ആംപ്യൂട്ടി വിഭാഗത്തിൽ കേരളം ചാമ്പ്യന്മാരായി. അപ്പർ ലിംബിക് വിഭാഗത്തിൽ ഉത്തർപ്രദേശ് ചാമ്പ്യന്മാരാവുകയും ഗോവ റണ്ണറപ്പ് ആവുകയും ചെയ്തു. സമാപന യോഗം റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ ഉദ്ഘാടനം ചെയ്തു. പാരാ ആംപ്യൂട്ടി ഫുട്ബോൾ അസോസിയേഷൻ ഇന്ത്യ ദേശീയ പ്രസിഡന്റ് AM കിഷോർ അധ്യക്ഷത വഹിച്ചു. മൊറോക്കോ ഫുട്ബോൾ കോച്ച് അലി ബൌസാക്സോ, മധ്യപ്രദേശ് പാരാ ആംപ്യൂട്ടി ഫുട്ബോൾ അസോസിയേഷൻ സെക്രട്ടറി പ്രമോദ് ധാൻലി, കേരള ടീം ക്യാപ്റ്റൻ S ശരത് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ നഗരത്തിൽ ഓടിക്കൊണ്ടിരുന്ന ഓട്ടോറിക്ഷയിൽ നിന്ന് മലമ്പാമ്പിന്റെ കുഞ്ഞിനെ പിടികൂടി. കിഴക്കേക്കോട്ടയിലാണ് സംഭവം. പിൻസീറ്റിൽ സൈഡിലെ കമ്പിയിലാണ് പാമ്പ് തൂങ്ങിക്കിടന്നിരുന്നത്. ഫോറസ്റ്റ് വാച്ചർ എത്തിയാണ് പാമ്പിനെ പിടികൂടിയത്. ഗുരുതരമായ കരൾ രോഗം ബാധിച്ച പിതാവിന് മകൻ കരൾ പകുത്തു നൽകുകയും ചികിത്സയ്ക്കാവശ്യമായ പണം കണ്ടെത്താൻ വേണ്ടത് ഇനി സുമനസ്സുകളുടെ സഹായം. പോർക്കുളം കൊങ്ങണ്ണൂർ കല്ലായിൽ മാധവൻ മകൻ പ്രശാന്ത് കുമാറാണ് അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ ചികിത്സാ സഹായം തേടുന്നത്. സുമനസ്സുകൾ സഹായിക്കണമെന്ന് ചികിത്സാ സഹായ സമിതി ഭാരവാഹികൾ കുന്നംകുളത്ത് പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കരൾ മാറ്റിവെക്കാൻ ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായി വരുന്ന 45 ലക്ഷം രൂപ അടിയന്തരമായി സമാഹരിച്ചാൽ മാത്രമേ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാനാകൂ. കുന്നംകുളത്തും പരിസര പ്രദേശങ്ങളിലുമായി കഴിഞ്ഞ 30 വർഷമായി ഡ്രൈവറായി ജോലി ചെയ്തു വരുന്ന പ്രശാന്തിൻ്റെ കുടുംബത്തെ സംബന്ധിച്ച് ഇത്രയും വലിയ തുക കണ്ടെത്താൻ കഴിയില്ല. നാട്ടുകാരുടെ നേതൃത്വത്തിൽ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ചിട്ടുണ്ട്. ഗുരുതരമായ കരൾ രോഗം ബാധിച്ച പ്രശാന്ത് കുമാറിന് കരൾ പകുത്തു നൽകുന്നത് മകനാണ്. സുമനസ്സുകളുടെ സഹായത്തിനായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം. സുമനസ്സുകൾക്ക് യൂണിയൻ ബാങ്കിൻ്റെ കുന്നംകുളം ശാഖയിലെ 55080201001474 എന്ന അക്കൗണ്ട് നമ്പറിലേക്ക് സഹായങ്ങൾ അയക്കാവുന്നതാണ്. TCV കുന്നംകുളം. അന്തിക്കാട് കല്ലിടവഴിയിലെ കുടുംബക്ഷേത്രങ്ങളിൽ നടന്ന മോഷണങ്ങളിൽ 2.25 പവനോളം സ്വർണ്ണാഭരണം നഷ്ടപ്പെട്ടു. പണ്ടാരൻ ഭദ്രകാളി ശ്രീ ഭുവനേശ്വരി ക്ഷേത്രം, പള്ളത്തി ശ്രീ മുത്തപ്പൻ പരദേവതാ ക്ഷേത്രം എന്നിവിടങ്ങളിലാണ് മോഷണം നടന്നത്. പണ്ടാരൻ ഭുവനേശ്വരി ക്ഷേത്രത്തിലെ ദേവിയുടെ വിഗ്രഹത്തിൽ അണിയിച്ചിരുന്ന 2 പവനോളം സ്വർണ്ണാഭരണമാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. പള്ളത്തി പരദേവതാ ക്ഷേത്രത്തിൽ 1/4 പവനോളം വരുന്ന നൂലിൽ കോർത്ത ദേവിയുടെ വിഗ്രഹത്തിൽ ചാർത്തിയ താലിയാണ് നഷ്ടമായത്. കഴിഞ്ഞ ദിവസം പണ്ടാരൻ ഭുവനേശ്വരി ക്ഷേത്രത്തിൽ തോറ്റമ്പാട്ട് മഹോത്സവം നടന്നിരുന്നു. തോറ്റമ്പാട്ട് മഹോത്സവം കഴിഞ്ഞ് നടയടച്ചാൽ 7 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നട തുറക്കുക പതിവുള്ളത്. എന്നാൽ ഏതാനും ദിവസം കഴിഞ്ഞ് ക്ഷേത്രത്തിന്റെ നട തുറന്നു കിടക്കുന്നത് കണ്ട് നടത്തിയ പരിശോധനയിലാണ് മോഷണ വിവരം അറിയുന്നത്.
അന്തിക്കാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. 15 വയസ്സുകാരിക്കെതിരെ ലൈംഗിക അതിക്രമം നടത്തിയ സംഭവത്തിൽ പെരുമ്പിലാവ് സ്വദേശിയെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. കൊരട്ടിക്കര പ്രിയദർശിനി നഗറിൽ താമസിക്കുന്ന ആനപ്പറമ്പിൽ വീട്ടിൽ റഷീദിനെയാണ് കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ UK ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. പ്രതിയുടെ വാഹനത്തിൽ കുട്ടിയെ കയറ്റിക്കൊണ്ടുപോയതിനു ശേഷം ആളൊഴിഞ്ഞ സ്ഥലത്ത് വെച്ചും പിന്നീട് വാഹനത്തിൽ വെച്ചും ലൈംഗികാതിക്രമം നടത്തിയതായാണ് പരാതി. സംഭവം കുട്ടി അധ്യാപകരോട് പറഞ്ഞതോടെ അധ്യാപകർ ചൈൽഡ് ലൈനിൽ അറിയിക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. വാടാനപ്പള്ളി നടുവിൽക്കരയിൽ ക്ഷേത്രഭണ്ഡാരത്തിന്റെ പൂട്ടുപൊളിച്ച് വീണ്ടും പണം കവർന്നു. പുഴയോരത്തെ വന്നേരി കുടുംബക്ഷേത്രത്തിലായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി മോഷണം നടന്നത്. മതിൽ ചാടി അകത്ത് കയറിയ മോഷ്ടാവ് ക്ഷേത്രത്തിലെ 2 ഭണ്ഡാരങ്ങളാണ് പൊളിച്ച് പണം കവർന്നത്. മോഷ്ടാവ് വരുന്നതും പണം കവർന്നു പോകുന്ന ദൃശ്യവും സമീപം സ്ഥാപിച്ചിരുന്ന CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. ഏപ്രിൽ 10-നും അതിനു മുൻപ് പലതവണയും മോഷണം നടന്നിട്ടും മോഷ്ടാവിനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. വാടാനപ്പള്ളി പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസ് തിരിഞ്ഞു നോക്കിയില്ലെന്നും അന്വേഷണത്തിൽ തികഞ്ഞ അനാസ്ഥയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നും ക്ഷേത്രം ഭാരവാഹികൾ കുറ്റപ്പെടുത്തി. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. സ്വർണം ഗ്രാമിന് 8,955 രൂപ, പവന് 71,640 രൂപ, വെള്ളി ഗ്രാമിന് 117 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3,891 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി കുന്നംകുളം ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ നഗരത്തിൽ കോർപ്പറേഷൻ ബിൽഡിംഗിലെ മേൽക്കൂര റോഡിലേക്ക് വീണ സംഭവത്തിൽ മേയറെ ഉപരോധിച്ച് പ്രതിപക്ഷം. സമരത്തെ തുടർന്ന് മേയർ യോഗം പിരിച്ചുവിട്ടു. പ്രതിപക്ഷത്തിന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് LDF ജില്ലാ കമ്മിറ്റി മാർച്ച് നടത്തി. തൃശൂർ പടിഞ്ഞാറക്കോട്ട പൂങ്കുന്നം റോഡിൽ അച്യുതമേനോൻ പാർക്കിന് സമീപം ഫുട്പാത്തിലെ പൊതു ശൌചാലയ നിർമ്മാണത്തിനെതിരെ ജനകീയ സമരവുമായി BJP രംഗത്ത്. പ്രതിഷേധം TCV വാർത്തയെ തുടർന്ന്. പാണഞ്ചേരി പട്ടത്തിപ്പാറ വെള്ളച്ചാട്ടത്തിന് മുകളിൽ നിന്നും കാൽ വഴുതി വീണ് പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന വിദ്യാർത്ഥി മരിച്ചു. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ മതിയായ സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാത്തതും മുന്നറിയിപ്പുകൾ ലംഘിക്കുന്നതും അപകടങ്ങൾക്ക് ഇടയാക്കുന്നു. വെണ്ടൂരിൽ പുഴുവരിച്ച ഇറച്ചി വിൽപ്പന നടത്തിയ മാംസവിൽപ്പന കട പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗവും ചേർന്ന് അടപ്പിച്ചു. കോൺഗ്രസ് പ്രവർത്തകർ കടയ്ക്ക് മുന്നിൽ പ്രതിഷേധ സമരം നടത്തി. കൊടകര നെല്ലായി ദേശീയപാതയിൽ ബൈക്ക് അപകടത്തിൽ 2 യുവാക്കൾക്ക് ദാരുണാന്ത്യം. ഡിവൈഡറിൽ ബൈക്ക് തട്ടി മറിഞ്ഞാണ് അപകടം. ചാലക്കുടി പോട്ട ജംഗ്ഷനിൽ കാറിടിച്ച് കാൽനട യാത്രക്കാരിയായ വയോധിക മരിച്ചു. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി മുതൽ ട്രോളിംഗ് നിരോധനം. ജൂലൈ 31-ന് അർദ്ധരാത്രി വരെ 52 ദിവസമാണ് ട്രോളിംഗ് നിരോധനം. എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ വിദ്യാർത്ഥികൾക്ക് ഭക്ഷ്യവിഷബാധയേറ്റ സംഭവം. കൂടുതൽ വിദ്യാർത്ഥികൾ ചികിത്സ തേടി. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും ജനപ്രതിനിധികളുടെയും സംയുക്ത യോഗം ചേർന്നു. ഉപരോധ സമരം നടത്തിയ BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.